ഉമ്മാൻ്റെ മുലപ്പാൽ കുടിക്കാൻ നോക്കുമ്പോൾ പാല് കിട്ടിയില്ലെങ്കിലേ ഈ മുളച്ച് വരുന്ന പല്ലുകൊണ്ടുണ്ട് ഉമ്മാൻ്റെ മുലക്കണ്ണിലൊരു കടിക്കൽ അല്ലേ. വെളുത്ത പാൽത്തുള്ളികൾക്ക് പകരം ചുവന്ന രക്തത്തുള്ളികൾ ഇങ്ങനെ പടർന്നു വരുമ്പോൾ വേദന കൊണ്ട് നമ്മുടെ ഉമ്മ കണ്ട് പെടഞ്ഞു പോവും. ഉമ്മാൻ്റെ കണ്ണിന്ന് കണ്ണീര് വന്നു പോവും. അപ്പോൾ ഉമ്മാക്ക് നമ്മളോട് ദേഷ്യം തോന്നില്ല. നമ്മളെ കാലും അങ്ങനെ മെല്ലെ കൊട്ടിയിട്ട് ഉമ്മ പറയും, മോനെ കടിക്കലടാ, ഉമ്മാക്ക് വേദനിക്കൂലേ. ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സദസ്സിനെ 2 നിലക്ക് കാണാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തേത് ഇവിടെ പഠിക്കുന്ന കുട്ടികളെയാണ്, രണ്ടാമത്തേത് ആ കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളെയാണ്. ഈ 2 വിഭാഗത്തെയും വേർതിരിച്ചുകൊണ്ട് തന്നെ 2 കൂട്ടരോടുമായി ചില കാര്യങ്ങൾ പറയാനാണ് എൻ്റെ മുമ്പിലുള്ള ചെറിയ സമയത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. 1 മണിക്കൂർ സമയമാണ് ഈ 2 കൂട്ടരോടും സംസാരിക്കാനായിട്ട് എൻ്റെ മുമ്പിലുള്ളത്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ നല്ലതുപോലെ പറയാൻ എനിക്കും അത് കേൾക്കാൻ നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ആദ്യം സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടാണ്, അഥവാ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായ കുട്ടികളോടാണ്. ഞാൻ അവരെ അങ്ങനെ വിശേഷിപ്പിക്കാനുള്ള കാരണം കുട്ടികൾ കേൾക്കേണ്ടതുണ്ട്. നിങ്ങളിങ്ങനെ പല വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ കാണാറുണ്ടാവും. വലിയ 3-4 നിലകളൊക്കെയുള്ള നീണ്ടു കിടക്കുന്ന 1000, 2000, 3000 ഒക്കെ കുട്ടികൾ പഠിക്കുന്ന വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ സ്ഥാപനത്തിൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് വാഹനങ്ങളൊക്കെ കുട്ടികളെ കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്ന വാഹനങ്ങൾ, യൂണിഫോമിൽ ഡ്രൈവർമാർ, അധ്യാപകർ, അങ്ങനെ വലിയ 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 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ കണ്ടിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളിൽ നിങ്ങളെ ചേർത്തു പഠിപ്പിക്കാൻ നിങ്ങളുടെ മാതാപിതാക്കൾ കഴിവുള്ളവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ഈ ഒരു സ്ഥാപനത്തെ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് എൻ്റെ കുട്ടികൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയും ഗൗരവത്തോടു കൂടിയും മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾ ഈ ഒരു സ്ഥാപനം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് എന്ന് ഓരോ കുട്ടിയും മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു സംഗതിയുണ്ട്. അതായത് ഈ ലോകത്ത് ഭൂമിയുടെ മേലെ എന്നെ ഏറ്റവുമേറെ സ്നേഹിക്കുന്നത് ആരാണ്? ഞാൻ ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും ചോദിക്കുക എന്ന് വിചാരിക്കുക, നിങ്ങളെ ഈ ഭൂമിയിൽ ഏറ്റവുമേറെ സ്നേഹിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ഞാൻ ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൂട്ടുകാരൻ്റെ പേര് പറയാനുണ്ടാവാം, മറ്റാരുടെയെങ്കിലും പേര് പറയാനുണ്ടാവാം. സത്യത്തിൽ ഈ ഓരോ കുട്ടിയും, ഞാനൊക്കെ ഒരു കുട്ടിയാണല്ലോ, എൻ്റെ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുട്ടിയാണ് ഞാൻ. ഇപ്പം എനിക്ക് എൻ്റെ വാപ്പയും ഇല്ല. ഇപ്പോഴാണ് എനിക്ക് എൻ്റെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ ശരിക്കുള്ള വേദന ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ, നിങ്ങൾ നാളെ ഒരു ടൂർ പോകാനുള്ള സന്തോഷത്തിലല്ലേ എല്ലാ കുട്ടികളും നാളെ വയനാട്ടിലേക്ക് വിശാലമായ ഒരു ടൂറിൻ്റെ സന്തോഷത്തിൻ്റെ മൂഡിലാണ് എന്ന് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ ആ സംസാരം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഒരു ചെറിയ ടൂറിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോടുള്ള എൻ്റെ സംസാരം ആരംഭിക്കാം. അത് ഉടനെ തന്നെ അവസാനിക്കുകയും ചെയ്യും, കാരണം അരമണിക്കൂർ സമയമല്ലുള്ളൂ. വേറെ ഒന്നുമല്ല, ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്ന 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂളിൽ നിന്നൊരു ടൂറ് പോകുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആ ടൂറ് പോകുന്നത് മൈസൂരിലേക്കാണ്. 2 ദിവസത്തെ യാത്രയാണ്. അന്ന് ആ മൈസൂരിലേക്ക് ടൂറ് പോകാൻ ഒരു കുട്ടി 2 ദിവസത്തേക്ക് കൊടുക്കേണ്ടത് 125 ഉറുപ്പികയാണ്. നിങ്ങളിപ്പോൾ 2 ദിവസം വയനാട്ട് പോകാൻ ഒരു കുട്ടിക്ക് എത്ര ഉറുപ്പിയാണ്? എത്രയാണ്? 2500. ഭാഗ്യവാന്മാർ. ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മൈസൂരിലേക്ക് 2 ദിവസത്തെ യാത്രയ്ക്ക് 125 ഉറുപ്പിക കൊടുക്കണ്ടേ. അങ്ങനെ സാറിങ്ങനെ ക്ലാസ്സിൽ നോട്ടീസൊക്കെ വായിച്ച് മൈസൂരിലേക്ക് ടൂറുണ്ട്, 2 ദിവസത്തെ യാത്രയാണ്, 125 ഉറുപ്പിക എന്നൊക്കെ പറഞ്ഞ് സാറ് അതിൻ്റെ പരസ്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ ആ ഭാഗം ശ്രദ്ധിച്ചതേ ഇല്ല. ഞാനത് കേൾക്കാൻ തന്നെ പോയില്ല. കാരണം എന്താണ്? എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ ടൂറ് എന്ന ഒരു സ്വപ്നമല്ല. എനിക്ക് മൈസൂർ കാണാൻ പൂതില്ലായിട്ടൊന്നല്ല. കാരണം എന്താണെന്നറിയോ? എൻ്റെ ബാപ്പ ഒരു കൂലിപ്പണിക്കാരനാണ്. അന്ന് എൻ്റെ ബാപ്പാൻ്റെ ഒരു ദിവസത്തെ കൂലി 10 ഉറുപ്പികയാണ്. ഒരു പറമ്പിൽ ബാപ്പ തെങ്ങിനൊക്കെ കളക്കാൻ പോകും, 10 ഉറുപ്പികയാണ് എൻ്റെ ബാപ്പാൻ്റെ ഒരു ദിവസത്തെ കൂലി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും ഉണ്ട്, ഇന്നെപ്പോലെ 9 മക്കളുണ്ട് എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും, പിന്നെ വാപ്പിമ്മയുണ്ട്. അങ്ങനെ 10-11 ആൾക്കാരുള്ളൊരു വീട് 10 ഉറുപ്പിക കൊണ്ട് പുലർന്നു പോകണം. ഭക്ഷണം വേണം, മരുന്ന് വേണം, പഠനം വേണം, വസ്ത്രം വേണം, ഒക്കെ വേണം. അതുകൊണ്ട് എന്നെ 125 ഉറുപ്പിക കൊടുത്ത് ടൂറ് പറഞ്ഞയക്കാൻ എൻ്റെ ബാപ്പാക്ക് കഴിയില്ല. അന്ന് എനിക്ക് 100% ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ടൂർ ആഗ്രഹിക്കുകയോ ആ ടൂറിനെ കുറിച്ച് കേൾക്കുകയോ ഒന്നും ചെയ്തില്ല.
ഇൻ്റർവെൽ സമയത്ത് സാറ് പറഞ്ഞു ടൂറ് പോകാൻ താല്പര്യമുള്ള കുട്ടികളുടെ ഒരു യോഗ ഉണ്ട്, എല്ലാവരും ആ യോഗത്തിലേക്ക് വരണം. ഞാൻ പോയില്ല. ഞാൻ ഇൻ്റർവെല്ലിന് അങ്ങനെ പോയിട്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയിട്ട് മൂത്രമൊഴിച്ച് അവിടെ ഒരു ഉങ്ങുമരമുണ്ട്, ആ മരത്തിൻ്റെ ചോട്ടിൽ അങ്ങനെ ഇരുന്നു. ഞാൻ ഇന്നെപ്പോലെ കുറേ പാവപ്പെട്ട കുട്ടികളുണ്ട്. ഞങ്ങൾ ടൂറിനെ കുറിച്ച് ചിന്തിച്ചതേ അല്ല. അവ സാറ് ഇങ്ങനെ മൈസൂരത്തെ കുറേ ഫോട്ടോ, പാലസ്, അവിടുത്തെ ടെമ്പിള്, അവിടുത്തെ മൃഗശാല, അവിടുത്തെ ഹോട്ടല്, പിന്നെ വൃന്ദാവൻ ഗാർഡന്, അങ്ങനെ ഒരുപാട് ഫോട്ടോ ഒക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് കുട്ടികളെ പ്രലോഭിപ്പിച്ച് കുറേ ആൾക്കാരെ ടൂറിലേക്ക് ചേർത്തിട്ടുണ്ട്. അതെൻ്റെ പഴിക്ക് പോകുന്നുണ്ട്. പിന്നെ കുറേ ദിവസം സ്കൂളിൽ വരുമ്പോഴൊക്കെ ടൂറിൻ്റെ വർത്തമാനം തന്നെയാണ്. നമ്മളത് കേൾക്കാനും പോകല്ല. ഞാനൊട്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടില്ല ടൂറിനെ കുറിച്ച്. പാപ്പനോടും പറഞ്ഞില്ല, ഉമ്മാനോടും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ആകെ സന്തോഷം എന്താ അറിയോ, ടൂറ് പോകണ 2 ദിവസം സ്കൂളിന് അവധി കാരണം അന്ന് സ്കൂൾ പോകണ്ടല്ലോ, ആ സന്തോഷത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ ടൂറ് പോകുന്ന തലേ ദിവസം അന്ന് ഉച്ചയുടെ മുമ്പായിട്ട് ടൂറിൻ്റെ ചുമതലയുള്ള സാറ് എല്ലാ കുട്ടികളെയും വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ, ടൂറ് പോകുന്ന കുട്ടികളൊക്കെ അവിടെ ഇരിക്കണം, അല്ലാത്ത കുട്ടികളൊക്കെ പൊയ്ക്കോളി. ഈ ടൂറ് പോകുന്ന കുട്ടികൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കണം, ബാക്കിയുള്ള എല്ലാവരും പൊയ്ക്കോളി പറഞ്ഞു. ഞാൻ എൻ്റെ ബാഗൊന്നുമില്ല, പുസ്തകമൊക്കെ പാടെ കയ്യുമ്മ കെട്ടിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്കൂളിൻ്റെ വാതിൽക്ക് എത്തിയപ്പോൾ സാറ് ദേഷ്യം പിടിച്ച്, അലി ഷാക്കിർ നീ എങ്ങോട്ടാ പോണേ? ഞാൻ പറഞ്ഞു സാറേ ഞാൻ എൻ്റെ വീട്ടിലേക്ക്. നീ വീട്ടിൽ പോകാതെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞേ കേട്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞു ടൂറ് പോകണമല്ലോ, ഞാൻ പോണില്ലല്ലോ. ആരാ പറഞ്ഞാൽ നീ പോണില്ലാന്ന്? ഞാൻ പറഞ്ഞു ഞാൻ പോണില്ല, ഞാൻ കാശ് കൊടുത്തിട്ടില്ല, ഞാൻ ടൂർ പോകാൻ വിചാരിച്ചിട്ടില്ല, ഞാൻ ടൂർ പോണില്ല, പിന്നെ ഞാനെന്താ ഇരിക്കുന്നത്? അപ്പം സാർ എന്നോട് പറഞ്ഞു നിൻ്റെ ബാപ്പ ഇന്നലെ രാത്രി 125 രൂപ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ടൂർ പോകുന്നവരുടെ പട്ടികയിലുണ്ട്. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഞാനാവൂല, എൻ്റെ പേര് അലി ഷാക്കറാണ്, എൻ്റെ വാപ്പ അത്ര പൈസ തരൂല, അതുകൊണ്ട് ഞാനാവൂല. അപ്പോൾ സാറിന് ദേഷ്യം വന്ന് മര്യാദക്കടെ പോയിരിക്കാൻ പറഞ്ഞു. ഞാനവിടെ പോയിരുന്ന്. അപ്പം അങ്ങനെ സാറിങ്ങനെ പേരൊക്കെ വായിച്ച് ആ പേരിലെ അവസാനത്തെ പേരിൻ്റെ പേരാണ്, എൻ്റെ പേരും എഴുതിയിരിക്കണ്. അപ്പം ഞാൻ സാറ് പറയുന്നതൊക്കെ കേട്ട് രാത്രി 4 മണിക്ക് പുലർച്ചെ ബസ് പോകണം, ഇന്ന സാധനമൊക്കെ കൂടെ കരുതണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഞാനിങ്ങനെ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഇങ്ങനെ കേട്ടിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും പിരിഞ്ഞ് എല്ലാവരും സന്തോഷത്തിലാണ്. എനിക്കൊരു സന്തോഷമല്ല, കാരണം എനിക്ക് അപ്പോഴും വിശ്വാസമല്ല ഞാൻ ടൂർ പോകുന്നു. സാറിന് തെറ്റിയതാവതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അങ്ങനെ ഇങ്ങനെ സ്കൂൾ വിട്ട് ഞാൻ തൊട്ടടുത്ത പള്ളിയിൽ അസർ നിസ്കരിക്കാൻ കയറിയപ്പോൾ ഞാൻ ഒന്നു എടുക്കുമ്പോൾ ആ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ട് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അയാളുടെ രാജിയാരാ, പണക്കാരനാണ്. അയാളുടെ പറമ്പിലാണ് എൻ്റെ വാപ്പ പണിയെടുക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒന്നെടുക്കാൻ വേണ്ടി അന്ന് ഹൗലിൽ ഇരുന്നിട്ട് ഒന്നു എടുക്കണം. ഞാൻ താഴെ ഇരുന്ന് ഒന്നു എടുക്കുമ്പോൾ ഈ ഹാജിയാർ വന്നപ്പോൾ ഞാൻ ബഹുമാനം കൊണ്ട് ഞാൻ എഴുന്നേറ്റുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഹാജിയാർ ചോദിച്ചു നീ ടൂറ് പോകുന്നുണ്ടല്ലേ? പടച്ചോനെ ഹാജിയാർ അറിഞ്ഞോ? ഞാൻ തന്നെ അപ്പോൾ അറിയുന്നത്. ഞാനിങ്ങനെ ഹാജിയാരെ മുഖത്തേക്ക് ഇങ്ങനെ പകച്ച് നോക്കിയിട്ട് പറഞ്ഞ് സാറങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല പറഞ്ഞു. അപ്പോൾ ഹാജിയാർ എന്നോട് പറഞ്ഞു ടൂറ് പോകാൻ 125 ഉറുപ്പിക എൻ്റെ ബാപ്പ എവിടെ നിന്നാണ് കൊണ്ടുവന്ന് കൊടുത്തത് നിനക്കറിയോ? എവിടുന്നാണ് കൊണ്ടുവന്ന് കൊടുത്തത് നിനക്കറിയോ? അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ വാപ്പ 10 ഉറുപ്പ്യ കൂലിപ്പണിക്കുന്ന ആളാണ്, 1 ഉറുപ്പ്യ ബാലൻസ് ഇല്ലാത്ത വാപ്പയാണ്. ഈ 125 ഉറുപ്പ്യ എനിക്ക് ടൂർ പോകാൻ ബാപ്പ എവിടെ ഉണ്ടാക്കിയേ? അപ്പോൾ അജയർ പറഞ്ഞു ബാപ്പ ഇന്നലെ വൈകുന്നേരം എൻ്റെ അടുത്ത് വന്നിട്ട് 125 ഉറുപ്പിക കടം വാങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ കടം തിരിച്ചു കൊടുക്കാറിയോ? ആ 125 രൂപ തീരുന്നത് വരെ എൻ്റെ ബാപ്പ ആജിയാരുടെ പറമ്പിൽ പണിയെടുക്കും. ഒരു ദിവസം എത്ര കൂലി? 10 ഉറുപ്പ്യ. 125 ഉറുപ്പിക വീഴണമെങ്കിൽ ബാപ്പ എത്ര ദിവസം പണിയെടുക്കണം? 12 ദിവസം എടുത്താൽ 120 ആകുള്ളൂ. 13 എടുക്കണം അല്ലേ? 13 എടുത്താലാണ് കടം വീടുക. അപ്പോൾ ആജിയാറിനോട് പറഞ്ഞ് നീ 2 ദിവസം മൈസൂരിലൊക്കെ പോയി സന്തോഷിക്കാൻ വേണ്ടി എൻ്റെ ബാപ്പ 13 ദിവസം എൻ്റെ പറമ്പിൽ വെയിൽ കൊണ്ട് പണിയെടുക്കും. മറക്കരുത് കേട്ടോ, ബാപ്പാനെ മറക്കരുത്, ജീവിതത്തിൽ ഉമ്മാനെ മറക്കരുത്. അത്ര കഷ്ടപ്പെട്ടാട്ടോ നിൻ്റെ ബാപ്പ നിന്നെ പറഞ്ഞേക്കണേ. സത്യത്തിൽ ഞാൻ ആ ഹൗലിൻ്റെ കരയിൽ നിന്ന് കരഞ്ഞുപോയി. ഞാനത് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും കരയും. ഞാൻ അന്നൊരു തീരുമാനം എടുത്ത ആ ഹൗലിൻ്റെ കരയിൽ നിന്ന്, ആ പള്ളിയുടെ മുമ്പിൽ നിന്ന്, പടച്ചോനെ ഞാൻ വലുതായിട്ട് എന്നെങ്കിലും എനിക്ക് പൈസ സ്വന്തമായിട്ടുണ്ടായിട്ട് ഞാൻ ലേശം സാമ്പത്തിക ശേഷിയുള്ള ഒരാളാവുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മാനെയും ബാപ്പാനെയും മൈസൂരിലേക്ക് ഒരു ടൂറ് ഞാൻ കൊണ്ടുപോകും. അത് ഞാൻ അന്നെടുത്ത തീരുമാനമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളൊക്കെ മനസ്സിലാക്കേണ്ട സംഗതി തരങ്ങൾ, നിങ്ങൾ ഇങ്ങനെ പഠിക്കുവാനും നിങ്ങൾ ഇങ്ങനെ വളരുവാനും നിങ്ങൾ ജീവിതത്തിൽ സന്തോഷിക്കുവാനും വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും എൻ്റെ മക്കൾ ശരിക്കൊന്ന് തിരിച്ചറിയണം. നമ്മുടെ ഉമ്മാൻ്റെ വയറ്റിൽ നമ്മൾ ഉണ്ടാവാൻ തുടങ്ങിയത് നമ്മളെ ഉമ്മാക്ക് എങ്ങനെ അറിഞ്ഞത് നിങ്ങൾക്കറിയോ? ഞാൻ എൻ്റെ മോളെ
ഡോക്ടറെ കാണിച്ച് വരിക. അപ്പം മോള് തലമിന്നി വീണ് അപ്പോഴാണ് എല്ലാവരും നോക്കുന്നത് എന്താണ്, ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ ആശുപത്രി കൊണ്ടുപോകുമ്പോഴാണ് എന്താണ്, പ്രഗ്നൻ്റ് ആണ് അല്ലേ. ഏതൊരു ഉമ്മയും ഒരു ഉമ്മയുടെ വയറ്റിൽ ഒരു കുട്ടി വളരുന്നുണ്ട് എന്ന് ആദ്യമായിട്ട് ആ ഉമ്മ അറിയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ ഒന്നുകിൽ ഛർദ്ദിച്ചിട്ട്, അല്ലെങ്കിൽ വീണിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ട്. അങ്ങനെ ആ കുട്ടി വളരാൻ തുടങ്ങി വളർന്ന് വയറ്റിൽ വലുതായി, പിന്നെ ജനിച്ചു വലുതായി. ആ വലുതാവുന്ന ഓരോ ഘട്ടത്തിലും ആ കുട്ടിയുടെ കൂടെ അവൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ സഞ്ചരിക്കുക. ചിലപ്പോൾ നമുക്ക് തോന്നും ബാപ്പ എന്നെ അടിച്ചില്ലേ, ഉമ്മ എന്നെ ചീത്ത പറഞ്ഞില്ലേ, ബാപ്പാക്കിനോട് ദേഷ്യക്കാരം, ഉമ്മാനോട് ദേഷ്യക്കാരം. എന്ത് ദേഷ്യം തരങ്ങൾ, മകനെ ഒരടി അടിച്ചത്ര ബാപ്പ, ഒരടി അടിച്ചു എന്തോ പറഞ്ഞാൽ കേൾക്കായിട്ട്. അന്ന് രാത്രി മകൻ പോയിട്ട് ഉറങ്ങി, പക്ഷെ ബാപ്പ ഉറങ്ങിയില്ല. ബാപ്പ ഉറങ്ങാതെ കിടക്കുന്നത് കണ്ടപ്പോൾ ഉമ്മാക്ക് എന്താ നിങ്ങൾ ഉറങ്ങാത്ത, ഒന്നുമില്ല, ഉറക്ക് വരുന്നില്ല. എന്താ ഉറക്ക് വരാത്ത, 1 മണിയായി 2 മണിയായി, ബാപ്പ ഉറങ്ങുന്നില്ല. അപ്പോൾ ഉമ്മ ചോദിച്ചു എന്താ നിങ്ങൾക്ക് പറ്റിയത്. അതിൽ ബാപ്പ അങ്ങോട്ട് കരഞ്ഞത്രേ. ആ ഉമ്മ എന്നോട് പറയണ്ടോ, ആ ബാപ്പ അങ്ങോട്ട് കരഞ്ഞു. അപ്പോൾ എന്തിനാ നിങ്ങൾ കരയുന്നത്, ഞാൻ എൻ്റെ മോനെ അടിച്ചില്ലേ. അപ്പോൾ രണ്ടാളും പാടെ മോൻ കിടക്കുന്നിടത്ത് പോയി അവൻ പുതച്ചിരിക്കുന്നു. ആ പുതപ്പ് മാറ്റിയിട്ട് ബാപ്പ അടിച്ചിടത്ത് ബാപ്പങ്ങനെ നോക്കി, ഇത്തിരി ഉറക്കെ അടിച്ചത്. ബാപ്പാൻ്റെ കൈവിരലുകൾ ആ കുട്ടിയുടെ കാലിൽ ചെറിയ ചുവന്ന അടയാളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അടയാളത്തിൽ ഉമ്മ വെച്ച് ആ ബാപ്പ കുറേ കരഞ്ഞു. നേരം വെളുത്തപ്പോൾ ബാപ്പാക്ക് ഒരുപാട് അസ്വസ്ഥത. അപ്പോൾ ആ ഉമ്മനെ വിളിച്ചത്, ബാപ്പാക്ക് എന്തോ പ്രയാസമുണ്ട്, ഉസ്താദ് ഒന്ന് വന്ന് സംസാരിക്കോ. അപ്പോൾ ഞാൻ ചെന്ന് സംസാരിച്ചപ്പോൾ ആ ബാപ്പനോട് പറയണേ, ഞാൻ ഇന്നലെ രാത്രി എൻ്റെ മകനെ അടിച്ചില്ലേ, ഈ കൈ കൊണ്ട് അടിച്ചത്. മകൻ മറന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എവിടെ മോന്, മദ്രസ പോയിട്ടുണ്ട്, മകൻ മറന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊന്നാര മക്കളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് നമുക്ക് വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, ഉമ്മാൻ്റെ മുല കുടിച്ച കാലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ല, ഓർമ്മ ഉണ്ടാവാൻ പാടില്ല. അത്രയൊക്കെ ഓർമ്മ ഉണ്ടായാൽ പിന്നെ നമ്മൾ മനുഷ്യന്മാരല്ലാതെ അല്ലേ. അങ്ങനെ ഈ ഉമ്മയൊക്കെ ചിലപ്പോൾ പനിച്ചൊക്കെ കിടന്ന് ആകെ ഉമ്മാൻ്റെ മുലയിലൊന്നും പാലില്ലാതെ, അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ ചായയോ പാലോ ഒക്കെ മുക്കിത്തരാൻ വേണ്ടി വീട്ടുകാർ ശ്രമിക്കും. പക്ഷേ ഈ കുട്ടി കുടിക്കൂല, ഉമ്മാൻ്റെ മുലപ്പാൽ തന്നെ കിട്ടണം. കുറേ കരയുമ്പോൾ ഉമ്മാക്ക് ഇടങ്ങേറ്, ഇന്ന് അങ്ങോട്ട് കൊണ്ടുവരും പറയും. അങ്ങനെ ഉമ്മ ആ കുട്ടിയുടെ വായിലേക്ക് ഉമ്മയുടെ മുലക്കണ്ണ് ഇങ്ങനെ വെച്ച് കൊടുക്കും. അതിലൊന്നുമില്ല, പാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഉമ്മ ഭക്ഷണം കഴിച്ചിട്ടേ ദിവസമായി, എന്തേലും കഴിച്ചാൽ ഉമ്മ ഛർദ്ദിക്കും. പക്ഷേ ഈ കുടിക്കുന്ന നമുക്കുണ്ടല്ലോ, നമുക്ക് പാല് കിട്ടിയേ പറ്റുള്ളൂ. നമുക്ക് പാല്, ഉമ്മാൻ്റെ മുലപ്പാൽ കുടിക്കാൻ നോക്കുമ്പോൾ പാല് കിട്ടിയില്ലെങ്കിലേ ഈ മുളച്ച് വരുന്ന പല്ലുകൊണ്ടുണ്ട് ഉമ്മാൻ്റെ മുലക്കണ്ണിലൊരു കടിക്കൽ അല്ലേ. വെളുത്ത പാൽത്തുള്ളികൾക്ക് പകരം ചുവന്ന രക്തത്തുള്ളികൾ ഇങ്ങനെ പടർന്നു വരുമ്പോൾ വേദന കൊണ്ട് നമ്മുടെ ഉമ്മ കണ്ട് പെടഞ്ഞു പോവും. ഉമ്മാൻ്റെ കണ്ണിന്ന് കണ്ണീര് വന്നു. അപ്പോൾ ഉമ്മാക്ക് നമ്മളോട് ദേഷ്യം തോന്നില്ല. നമ്മളെ കാലും അങ്ങനെ മെല്ലെ കൊട്ടിയിട്ട് ഉമ്മ പറയും, മോനെ കടിക്കല്ലടാ, ഉമ്മാക്ക് വേദനിക്കൂലേ, കടിക്കല്ലടാ, ഉമ്മാക്ക് വേദനിക്കൂലൻ. അന്ന് മുതൽ ഇന്നുവരെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വേദനിക്കാതിരിക്കാൻ, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാക്കാതിരിക്കാൻ, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവനേക്കാൾ നിങ്ങളോട് ചേർന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിക്കുക. ആ മാതാപിതാക്കളുടെ ആ ചിന്തയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചത്. എൻ്റെ കുട്ടി ഈ ലോകത്ത് ജീവിച്ച് നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു കുട്ടിയാവണമെന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉറച്ച തീരുമാനമാണ് ആ വലിയ കെട്ടിടങ്ങളിൽ നിന്നൊക്കെ മാറി നിങ്ങളെ ഇവിടെ എത്തിച്ചത്. ഞാനൊരു കഥ കൂടി നിങ്ങൾക്ക് പറഞ്ഞു. ഒരു വാപ്പാന്റെ സ്വപ്നാട്ടോ, ഒരു യുദ്ധം നടക്കുകയാണ്. യുദ്ധത്തിന്റെ പേര് നിങ്ങൾ മുഅത്ത യുദ്ധം പഠിച്ചു. നിങ്ങൾ മുഅത്ത യുദ്ധം പ്രവാചകന്റെ കാലത്തുണ്ടായ തീഷ്ണമായ ഒരു യുദ്ധമാണ്. അങ്ങനെ യുദ്ധത്തിലേക്ക് പ്രവാചകൻ പട്ടാളക്കാരെ യാത്രയാക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്കുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ പൊയ്ക്കോളി പറഞ്ഞു. അപ്പോൾ ഈ പട്ടാളക്കാർ പോയാൽ തിരിച്ചു വരുന്നൊരു ഉറപ്പില്ല, മിക്കവാറും ആൾക്കാർ കൊല്ലപ്പെടും. അതുകൊണ്ട് തന്നെ അപ്പോൾ യുദ്ധത്തിന് യാത്ര അയക്കാൻ വേണ്ടി അവരുടെ വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പോകാൻ പറഞ്ഞ് പട്ടാളക്കാരോട്. ആ പോയ പട്ടാളക്കാരിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ തിരിച്ച് ഇങ്ങോട്ടന്നെ വന്ന് പള്ളിൻ്റെ മുറ്റത്തേക്ക് വന്ന്. അയാളെ ഭാര്യ ചെറിയൊരു പെൺകുട്ടിയാണ്, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. ഒരു കുട്ടിയുണ്ട്, ചെറിയ കുട്ടി. ആ കുട്ടി ഇങ്ങനെ തോളിലുണ്ട്. ഇയാൾ വന്നിട്ട് തൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ആ കുട്ടിനെ തൻ്റെ കയ്യിലേക്ക് വാങ്ങിയിട്ട് മുഖത്തും കവിളത്തും നെഞ്ചത്തൊക്കെ ഒരുപാട് ഉമ്മ വെച്ച്, കാരണം ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ, ഇത് അവസാനത്തെ ഉമ്മയാണെങ്കിലോ. എന്നിട്ട് അയാൾ ആ കുട്ടിനെ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഭാര്യയ്ക്ക് കൊടുക്കുമ്പം ആ ഭാര്യയോട് അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ മക്കൾ കേൾക്കണം കേട്ടോ. ആ ഭാര്യയോട് ആ ഭർത്താവ്, ആ കുട്ടിയുടെ ബാപ്പ പറഞ്ഞ വാക്കെന്താ അറിയോ? ഞാൻ മുഅത്തയിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ, അഥവാ ഞാൻ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ എൻ്റെ കുട്ടിയെ
സ്വർഗത്തിൽ വെച്ച് നീ എനിക്ക് തരണം കേട്ടോ. ഈ കുട്ടിയെ സ്വർഗത്തിൽ വെച്ച് നീ എനിക്ക് തരണം കേട്ടോ. ആ സ്വർഗത്തിലെത്തുന്ന കുട്ടിയായിട്ട് ഇവനെ നീ വളർത്തണം കേട്ടോന്ന് ഉമ്മാനെ പറഞ്ഞേൽപ്പിച്ചിട്ട് ബാപ്പ പോയി മൂത്തയിലേക്ക്. ആ ബാപ്പ വന്നില്ല, ആ ബാപ്പ മൂത്തയിൽ മരണപ്പെട്ടു. അല്ലാഹു തആല സ്വർഗത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടും. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കട്ടെ, മക്കളെ നിങ്ങളിപ്പോൾ എന്തിനാ പഠിക്കുന്നത്? ക്ലാസ് അല്ല ചോദിച്ച്, ഖുർആൻ പഠിക്കുന്നുണ്ട്, സ്കൂളിലെ വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തിനാ ഞങ്ങൾ പഠിക്കുന്നത്? പഠിച്ചിട്ട് നല്ല കുറേ കോഴ്സുകളൊക്കെ ജയിക്കണം, എന്നിട്ട് നല്ലൊരു ജോലിയൊക്കെ കിട്ടണം, എന്നിട്ട് നല്ലൊരു വരുമാനമൊക്കെ ഉണ്ടാവണം, നല്ലൊരു വീടൊക്കെ വെച്ച് നല്ലൊരു കുടുംബമൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. എന്നിട്ടോ എത്ര കൊല്ലം നമ്മൾ ജീവിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഈ 100 കൊല്ലം ഈ ഭൂമിയുടെ മേലെ ഞാൻ ഉണ്ടാകും എന്ന് പറയാൻ പറ്റിയ എത്ര ആൾക്കാരെ ഈ കൂട്ടത്തിലുള്ളത്? കുറച്ച് കാലം ഉണ്ടാകും. ഞാനിങ്ങനെ ഒരു കണക്കൂട്ടി ഒക്കെ കേട്ടോ, കുട്ടികൾ നിങ്ങൾ കണക്കൂട്ടി ഒക്കെ കേട്ടോ. 70 കൊല്ലം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾ, 70 കൊല്ലം, ഇപ്പം എത്ര വയസ്സായി? 10 വയസ്സായി, 15 വയസ്സൊക്കെ ആയ കുട്ടികളുണ്ടാവില്ലേ? 70 കൊല്ലം ഈ ലോകത്ത് ജീവിക്കുന്ന ഒരാൾ ആ കൊല്ലത്തിനെ ദിവസങ്ങളാക്കി മാറ്റിയാൽ എത്ര ദിവസം ഉണ്ടാവും നിങ്ങൾ? ഒരു 10-25,000 ദിവസം ഉണ്ടാവുള്ളൂ. ഇപ്പം എനിക്കിപ്പോൾ 52 വയസ്സായി. ഇനി 70 ആകാൻ എത്ര കൊല്ലം ബാക്കിയുണ്ട്? 18 കൊല്ലം ബാക്കിയുണ്ടല്ലേ? ഞാൻ 18 കൊല്ലം ഇവിടെ ജീവിക്കുമെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ അങ്ങനെ കൂട്ടി നോക്കി, 18 കൊല്ലം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 18 കൊല്ലം പറഞ്ഞാൽ 8000 ദിവസമാണ്. ആകെ 8000 ദിവസത്തിൻ്റെ ചോട്ടിലെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. 8000 ദിവസം കഴിഞ്ഞ് നിങ്ങൾ സാക്കിർ മൗലവി എവിടെ വെച്ചാൽ എൻ്റെ നാട്ടുകാർ പറയും മൂപ്പര് കുറേ മുമ്പ് മരിച്ചു പോയല്ലോ. നമ്മളൊക്കെ ആയുസ് കുറച്ചുള്ളൂ. ഈ ലോകത്ത് കുറച്ച് കാലേ നമുക്ക് ജീവിക്കാനുള്ളൂ. എത്ര പൈസ നമ്മളെ യൂസുഫ് അലി സാഹിബിനെ അറിയങ്ങൾ? ആരാ യൂസുഫ് അലി സാഹിബ്? MA യൂസുഫ് അലി ആരാണ്? ലുലു ഹൈപ്പർ മാർക്കറ്റുകളുടെ മാത്രമല്ല നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ധനികനാണല്ലേ, ഏറ്റവും വലിയ ധനികനാ. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം ഉണ്ട്, ഇപ്പം അങ്ങനെ കറങ്ങി നടക്കുന്നത്. എന്താ അറിയോ? അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് അസുഖമായി, അദ്ദേഹം നാട്ടിലില്ല, പുറത്തുള്ളു. അപ്പോൾ ഡോക്ടർമാർ വിളിച്ച് പറഞ്ഞത്രേ അസുഖത്തിന് തീഷ്ണമാണ്, മാരകമാണ്, വളരെ പ്രയാസമാണ്, നിങ്ങൾ വേഗം വന്നോളി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ എൻ്റെ ഉമ്മാക്ക് എത്ര ചികിത്സ നിങ്ങൾ കൊടുത്തോളി, ഏത് മരുന്ന് ഏത് രാജ്യത്തുനിന്നും കൊടുന്നോളിയും, ഏത് ഡോക്ടറെയും വിളിച്ചോളിയും, പണം ഒരു പ്രശ്നമല്ല, കോടികൾ വേണമെങ്കിൽ ഞാൻ തരാം അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞു ഒരു കാര്യമല്ല, ഉമ്മ മരണപ്പെട്ടു പോയി. യൂസുഫ് അലി സാഹിബ് എന്താ പറഞ്ഞറിയോ? പണത്തിന് കടലാസു കഷ്ണത്തിൻ്റെ വില പോലുമില്ല എന്ന് എനിക്ക് മനസ്സിലായ ദിവസമായിരുന്നു അത്. ഇത്ര പൈസ ഉണ്ടായിട്ട് എന്താ? ഒരു ദിവസം ഒരു സെക്കൻഡ് ആയുസ്സിനെ നീട്ടിക്കൊടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ട് മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ കുറഞ്ഞ കാലത്തെ ജീവിതം അല്ല, ഒരിക്കലും മരിക്കാത്ത ഒരു ജീവിതം നാളെ നമുക്ക് വരാണ്ട്. ആ ജീവിതത്തിൽ ഒരൊറ്റ കുട്ടിയും നരകത്തിൻ്റെ വിറകായി കൂടാ എന്ന ദൃഢനിശ്ചയമാണ് നിങ്ങളുടെ മാതാപിതാക്കളെ ഖുർആൻ പഠിക്കുന്ന ഈ സദസ്സിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് അവനവൻ്റെ മക്കളെ ഏറ്റവുമേറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങളുടെ മാതാപിതാക്കളെന്ന് എൻ്റെ മക്കൾ മനസ്സിൽ കുറിച്ചു വെക്കണം. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഞാനത് പറയാൻ കാരണം എന്താ? നിങ്ങൾ 10ാം ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങളൊക്കെ വേറെ വേറെ സ്കൂളിലേക്ക് പോകും, വലിയ വലിയ കോളേജുകളിലേക്ക് പഠിക്കാൻ പോകും. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരു ഭയങ്കരമായ അപകടകരമായ ഒരു വർത്തമാനമുണ്ട്. എന്താണ് വർത്താനം എന്നറിയോ? എന്താണ് വർത്താനം? ഞാൻ നിങ്ങളോട് പറയും, നീ എന്തിനാ വാപ്പാനെ നോക്കണേ? നീ എന്തിനാ അമ്മാനെ നോക്കണേ? നിന്റെ ജീവിതം കൊണ്ട് നീ സുഖിക്കുക. ഓര് പറയണേ കേൾക്കണ്ട, ഓരോട് അഭിപ്രായം ചോദിക്കണ്ട, ഓര് പറയണേ അനുസരിക്കണ്ട, അവർക്ക് വേണ്ടി കാത്തിരിക്കണ്ട, അവരെ നോക്കണ്ട. നീ പൊയ്ക്കോ, നീ സുഖിച്ചോ. മാതാപിതാക്കളെ നോക്കേണ്ട ചുമതലയൊന്നും നിനക്കില്ല. നോക്കി നിങ്ങൾ, കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും സങ്കടകരമായൊരു വർത്തമാനം കേട്ടേ. എന്താ നിങ്ങൾ? ബാപ്പി ഇമ്മിയും രാത്രി നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കലുണ്ടോ? കുറേ ഭാഗ്യമുള്ള കുട്ടികളങ്ങൾ. കാരണം നിങ്ങളെ പ്രായത്തിലെ കുട്ടികൾ ഫർളും കൂടി നിസ്കരിക്കില്ല. പക്ഷെ നിങ്ങളെ കൂട്ടത്തിലെ കുട്ടികളൊക്കെ കുറേ കുട്ടികൾ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന മക്കൾ. അൽഹംദുലില്ലാ, അള്ളാഹു ആ സൗഭാഗ്യം നിലനിർത്തട്ടെ. ഈ ബാപ്പി ഇമ്മിയും തഹജ്ജുദ് നിസ്കരിക്കാനേ പള്ളിയിലേക്ക് പോണ ബാപ്പി ഇമ്മിയാണ്, സാധാരണ ബാപ്പി ഇമ്മിയല്ല. ബാപ്പി ഇമ്മി ഒരുമിച്ച് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകത്രേ 3 മണിക്ക്.
ഒരു ദിവസം 3 മണിക്ക് ബാപ്പയും ഇമ്മയും തഹജ്ജുദ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു അരമണിക്കൂർ ആ പള്ളിൻ്റെ അടുത്ത് തന്നെ വീട്, ആ വീട്ടിൽ നിന്ന് ചെറിയൊരു പെൺകുട്ടി ഓടി വന്നിട്ട് ഈ ബാപ്പ നിസ്കരിക്കുന്ന ബാപ്പാനെ അങ്ങനെ കൊട്ടിയിട്ട് ആ പെൺകുട്ടി പറഞ്ഞോലോ, ഇത്താത്താനെ കാണാനല്ലപ്പാന്ന്. ഇത്താത്ത പറഞ്ഞാൽ +2 പഠിക്കുന്ന പെൺകുട്ടിയാണ്, ഈ പെൺകുട്ടിൻ്റെ മൂത്ത കുട്ടിയാണ്. ഇത്താത്താനെ കാണാനല്ല. അപ്പോൾ ഈ കുട്ടി ബാപ്പയും ഇമ്മയും നിസ്കരിക്കാൻ പോന്നപ്പോൾ ഈ കുട്ടി വീട്ടിൽ ഒറ്റക്കായപ്പോൾ ഇത്താത്താൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നോക്കിയതാ, ഇത്താത്താനെ കാണാനല്ല. ബാപ്പിയമ്മയും ബേജാറായില്ലേ, എവിടെ വീട്ടിൽ ചെന്ന് തിരഞ്ഞ് ബാത്റൂമിൽ റൂമിൽ അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞ് കാണാനല്ല, ആകെ ബേജാറായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി വന്ന് ഓള് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു കളവ് പറഞ്ഞ്. അവസാനം വീട്ടിൽ CCTV ഒക്കെ ഉണ്ട്. അങ്ങനെ CCTV നോക്കിയപ്പം കണ്ട് ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണതും ഒരു ബൈക്കിൽ കയറി പോണതും പിന്നെ ആ ബൈക്ക് തിരിച്ചു വരുന്നതും ആ പെൺകുട്ടി ഇറങ്ങി വീട്ടിൽ വരുന്നതൊക്കെ ഈ CCTVയിൽ ഇങ്ങനെ കണ്ട്. ബാപ്പാക്കാകെ ബേജാറ. ഏത് ബാപ്പയും എന്താ ബാപ്പ എന്താ ചെയ്യുക? നിങ്ങളെ ബാപ്പയാണെങ്കിൽ എന്താ ചെയ്യുക? പിടിച്ച് 4 പൊട്ടിക്കൂലേ? രാത്രി പാതിരക്ക് ഒരുത്തൻ്റെ കൂടെ ബൈക്കും ഒരു പെൺകുട്ടി 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പോകുക പറഞ്ഞാൽ ഏത് ബാപ്പാക്ക അമ്മക്ക സഹിക്കുക? ബാപ്പ നന്നായിട്ടാണ് കൈകാര്യം ചെയ്ത്. നേരം വെളുത്തപ്പോൾ ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ ഓള് ബൈക്കുമ്മ കൊണ്ടുപോയ പയ്യണ്ടല്ലോ, ഓനെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എന്താ പരാതി? ബാപ്പ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന്. പോലീസുകാർ വന്ന് ഈ ബാപ്പാനെ ജയിലിൽ കൊണ്ടുപോയി. 3 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ബാപ്പാക്ക് ജാമ്യം കിട്ടുക. ജാമ്യം കിട്ടുക പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പുറത്തിറങ്ങാൻ ആ ബാപ്പാക്ക് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ടമാനം പണം ചെലവാക്കിയിട്ട്. എന്താ ബാപ്പ ചെയ്ത തെറ്റ്? ഹൃദയത്തോളം സ്നേഹിച്ച മകൾ ഒരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആ മകളെ തെറ്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പേരിലാ ബാപ്പ ജാമ്യം കിട്ടാതെ നരകത്തിലായത്. എൻ്റെ പൊന്നാര മക്കളെ, ഈ ജാതി കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാലേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇബിലീസായിട്ട് കടന്നു വന്നിട്ട് നിങ്ങളെ നശിപ്പിക്കുവാൻ കാത്തിരിക്കുന്ന ദുഷ്ടന്മാർ ഒരുപാട് ഈ ചുറ്റുഭാഗത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പേടിയാ. ആരാണ് ഞങ്ങൾ തരങ്ങൾ? ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളെ വാപ്പാരുമാരും. എൻ്റെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ നല്ല പേടിയാണ്. എന്താ പേടിയറിയോ? ഞങ്ങളെ കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കാൻ പൈസ ഇല്ലല്ലോ, ഞങ്ങളുടെ മക്കൾ പട്ടിണിയിലാണല്ലോ എന്ന് ഇനി ഓല പേടി. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയല്ല. നിങ്ങൾക്ക് തിന്നാൻ തരാൻ പൈസ ഇല്ലാന്നോ ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ലാന്നോ ഞങ്ങൾക്കൊരു പേടിയേ ഇല്ല. പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ചില ദുഷ്ടന്മാരുണ്ട്. ചെന്നായ്ക്കളാണവർ. ആ ചെന്നായ്ക്കൾ നിങ്ങളെ കാത്തിരിക്കുക. കിട്ടുന്നിടത്തുനിന്ന് അവർ നിങ്ങളെ റാഞ്ചി കൊണ്ടുപോകും. മയക്കുമരുന്ന് തന്ന് അതേപോലെ മൊബൈൽ ഫോണുകൾ തന്ന് വൃത്തികേടുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി തോന്നിവാസങ്ങൾ കാണിച്ച്, പെൺകുട്ടികളാണെങ്കിൽ പ്രണയിക്കുന്നു എന്ന് കള്ള അഭിനയം നടത്തി മാതാപിതാക്കളിൽ നിന്ന് പോലും നിങ്ങളെ പറിച്ചെടുത്ത് നിങ്ങളെ കൊണ്ടുപോയി നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന ദുഷ്ടന്മാർ അരങ്ങുവാഴുന്ന ഒരു കാലത്ത് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വലിയ പേടിയുണ്ട്. അതുകൊണ്ട് ആ മാതാപിതാക്കൾ ഏത് ദുഷിച്ച കാലത്തും ഈ ലോകത്ത് ഇബ്ലീസിനോട് പൊരുതാൻ കഴിവുള്ള ഒരു ആയുധമുണ്ട്. ആ ആയുധം ഏതാ നിങ്ങൾ? അത് ഖുർആനാണ്. ആ ഖുർആൻ നിങ്ങളെ ഏൽപ്പിക്കാനാ നിങ്ങളുടെ മാതാപിതാക്കൾ തീരുമാനിച്ചത്. ആ ഖുർആൻ നിങ്ങളെ ഏൽപ്പിച്ചാൽ ഇബ്ലീസിൻ്റെ ഏതൊരു ദുഷിച്ച വേണ്ടാത്തരമുണ്ടോ അതിനെതിരെ പൊരുതാൻ ആ ഖുർആൻ നിങ്ങൾക്ക് കരുത്ത് തരും എന്നാണ് മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുട്ടികൾ, ഈ സ്കൂളിൽ നിന്നൊക്കെ ഇഫ്ലൊക്കെ പൂർത്തിയാക്കി നിങ്ങൾ പുറത്തിറങ്ങി പുറം ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന ജീവിതമല്ല പുറം ലോകം. ഇപ്പം ഇവിടെ സാറ് നേരത്തെ ക്ലാസ് എടുത്തല്ലോ, ടൂറ് പോകുന്ന സമയത്ത് ഏതൊക്കെ പാട്ട് വെക്കാന്നാ സാറ് പറഞ്ഞേ? നിങ്ങളുടെ മാതാപിതാക്കൾ അനുവദിക്കുന്ന ഏത് പാട്ടും വെക്കാന്നാ സാറിൻ്റെ ഓഫർ. എന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ ഇന്നൊക്കെ പലപ്പോഴും നിങ്ങളൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന, ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പാടുന്ന ചില പാട്ടിൻ്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി. എത്ര വൃത്തികെട്ട വസ്തുക്കളെന്നറിയോ പാട്ടായിട്ടൊക്കെ പാടുന്നത്. എന്നിട്ട് ആ വൃത്തികെട്ട പാട്ട് പാടിയിട്ട് ബസ് കുലുങ്ങുമാറ് ആണും പെണ്ണും ആകപ്പാടെ ഡാൻസ് കളിച്ച് എന്തൊക്കെയോ ആവുന്ന ടൂറുകളാണ് നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ടൂർ, ഞാൻ ഇതേ വയനാട്ടിലേക്കൊരു ടൂർ പോയി. ആ വയനാട്ടിലേക്ക് ടൂർ പോകുമ്പോൾ ഒരു ദ്വീപ് കാണാൻ പോകാറുണ്ട്. കൊച്ചു ഇല്ലേ, ചെറിയ നിങ്ങളൊക്കെ ചിലപ്പോൾ വീട്ടുകാരൊക്കെ പോയി കണ്ടേക്കും. അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഒരു പ്രോഗ്രാമിന് പ്രസംഗിക്കാൻ പോയതാ. അപ്പം എന്നെ കൊണ്ടുപോയ ആൾ പറഞ്ഞു, ഉസ്താദേ ആ ഭാഗത്തേക്ക് പോകാം, പക്ഷെ പോകുമ്പോൾ കണ്ണ് ചിമ്പിയിട്ട് എൻ്റെ കൂടെ പോരാവിട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കണ്ണ് ഒരു സ്ഥലം കാണാൻ പോവല്ലേ, സ്ഥലം കാണാൻ പോകുമ്പോൾ കണ്ണ് ചിമ്പി പോയിട്ട് എന്താ കാര്യം? അപ്പം എന്നോട് പറയണേ, ഒന്നുമല്ല, നിങ്ങളത് കാണണ്ട,
ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ കാണൂല, ഇന്നെ വല്ല കൊണ്ടുപോയാൽ മതി, ഞാൻ കാണൂല. അത്ര മോശപ്പെട്ട എന്താണെന്ന് അറിയണമല്ലോ. അപ്പം ഇങ്ങനെ ഈ പുഴയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളാണ്. നിങ്ങൾ പോയിട്ടോ അവിടെ? ചെറിയ ചെറിയ കുഴികളാണ് പുഴയിൽ. ആ ഓരോ കുഴിയിലും ഉണ്ട് മീനുകൾ പോലെ 2 എണ്ണം. മീനുകളല്ല, പിന്നെ മനുഷ്യന്മാരാണ്, കുട്ടികളാണ്. ഏതോ കോളേജിലെ കുട്ടികളാ. ഒന്നാണും ഒരു പെണ്ണുമാണ്. ഒരു ഉസുറും പുളിയില്ലാതെ, അവർക്കൊട്ട് ഡ്രസ്സും വേണ്ട, ആളുകൾ കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട് ഖുർആനിൽ, ഹദീസിൽ. എന്താ നിങ്ങൾ ഹയാ നിങ്ങൾ പഠിച്ചു? എന്താ ഹയാ പറഞ്ഞാൽ? ഹയാ ലജ്ജ. നബി എന്താ പറഞ്ഞറിയോ? ഒരാൾക്ക് ലജ്ജയില്ലെങ്കിൽ ഓ മൃഗത്തിനെ പോലെ കാരണം. സത്യത്തിൽ ആ ഹദീസ് ഇങ്ങനെ ശരിക്കും നേരം കാണുകയല്ല. ആ വെള്ളത്തിലുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ലജ്ജയില്ല, അവർക്ക് തുണിയില്ല, ഒരു സാധനമല്ല. നമ്മളവസാനം ഞാൻ അയാളോട് പറഞ്ഞു നമുക്ക് മടങ്ങിപ്പോരുകാരന്. ഞങ്ങൾ പാതി വഴിയിൽ നിന്ന് മടങ്ങിപ്പോന്ന്. ഈ ജാതി വൃത്തികെട്ട ടൂറുകൾ നടക്കുന്ന കാലത്ത് നിങ്ങൾക്ക് എത്ര ഭാഗ്യവാന്മാരങ്ങൾ. നിങ്ങൾ അധ്യാപകർ പറയാണ് ടൂറ് മാന്യമയക്കാരട്ടോ, അതിൽ വേണ്ടാത്തതൊന്നും ഉണ്ടാവില്ലട്ടോ, നിസ്കാരങ്ങൾ ഉണ്ടാവൂട്ടോ, നിങ്ങൾ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കണം കേട്ടോ, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു ടൂറ് കൊണ്ടുപോകുന്ന സ്കൂളിൽ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ കുട്ടികളോട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ലോകത്ത് നമ്മൾ ഈ കാണുന്ന ചൊറുക്കൊക്കെ ഉണ്ടല്ലോ, ഈ ചൊറുക്കൊക്കെ നമ്മുടെ ഈ നെഞ്ചിലെ ഈ ഇവിടെ ഇങ്ങനെ ഈ എല്ലിനെന്താ പേര് പറയാ? ഇവിടെയുള്ള എല്ലുകൾക്ക് വാരിയെല്ല് എന്നാ പറയല്ലേ. ആ വാരിയെല്ലിൻ്റെ ഉള്ളിലിങ്ങനെ നമ്മുടെ ഒരു വിരലിങ്ങനെ ചേർത്ത് വെച്ചാൽ ചെറിയൊരു മിടിപ്പ് ഇങ്ങനെ കാണല്ലേ. എന്താണ് ആ മിടിപ്പ്? നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പാണ്. ആ ഹൃദയത്തിൻ്റെ മിടിപ്പ് അങ്ങോട്ട് നിന്ന് പോയാൽ കഴിഞ്ഞു, പിന്നെ നമ്മളില്ല, തീർന്നു. പിന്നെ മണ്ണിൽ കുഴി കുത്തിയിട്ട് ആ കുഴിയിൽ നമ്മളെ കിടത്തിയിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് മൂടിയിട്ട് ആൾക്കാരൊക്കെ മടങ്ങിപ്പോകും. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇവിടെയുള്ള പല ആൾക്കാരും പറയാണ്, ഇന്നിപ്പോൾ ഞാനൊരു വാർത്ത വായിച്ചു കൊണ്ട് വരിക, എന്താ അറിയോ? ഇത് ജീവിതമാണ്, ഈ ജീവിതം ആസ്വദിച്ചു കൊള്ളുക, വേറെ ഒരു ജീവിതം ഇല്ല എന്നാ പറയുന്നത്. അങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അല്ല, ശരിക്കുള്ളൊരു ജീവിതം വരാണ്ട്. അതാണ് മരണമില്ലാത്ത ജീവിതം. ആ മരണമില്ലാത്ത ജീവിതത്തിൽ നമുക്ക് വേദനകളും ദുഃഖങ്ങളുമില്ലാത്ത ഒരു ജീവിതം കിട്ടണം, അഥവാ സ്വർഗം കിട്ടണം. ആ സ്വർഗം കിട്ടണമെങ്കിൽ ഈ ലോകത്ത് ഇത്തിരി ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കണം. എല്ലാ വേണ്ടാത്തരങ്ങളും എല്ലാ തോന്നിയാസങ്ങളുമുള്ള ഈ ലോകത്തിലേക്ക്, ആ തോന്നിവാസങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാതെ ഈ മതം നിങ്ങളെ പഠിപ്പിച്ച, ഈ ഖുർആൻ നിങ്ങളെ പഠിപ്പിച്ച, എന്താ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മൾ എവിടെയാണെങ്കിലും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാ. ഒറ്റക്കാണെങ്കിലും റൂമിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഷോപ്പിലാണെങ്കിലും ഇരുട്ടത്താണെങ്കിലും വെളിച്ചത്താണെങ്കിലും ഒരു CCTVയുടെ ക്യാമറ പോലെ അള്ളാഹു നമ്മളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് എന്താ പറഞ്ഞേ? ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ, ബാക്കി എന്താ? ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഒരിത്തിരി നല്ല കാര്യം ചെയ്തിക്കണോ അള്ളാഹ് അതിൻ്റെ കൂലി തരും. ഇത്തിരി ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ശിക്ഷയും പടച്ചോൻ തരും. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ സാധാരണ മക്കളെ പോലെയല്ല, നിങ്ങൾ ഖുർആൻ പഠിച്ച നല്ല കുട്ടികളാണ്. ആ നന്മ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ പഠനവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നാളത്തെ യാത്രയും ഒക്കെ മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ലാഹു തആല നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ മാതാപിതാക്കളുടെ കൂടെ, പാപ്പാൻ്റെ ഇമ്മാൻ്റെ ഒക്കെ കൂടെ സന്തോഷത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു.